ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു വഴുതനങ്ങ ഫ്രൈ റെസിപ്പി നോക്കിയാലോ. വഴുതനങ്ങ നമ്മുടെ ഇടയിൽ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമില്ലാത്ത ഒരു വെജിറ്റബിൾ ആണല്ലോ. അപ്പോൾ അത് ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിവിടെ വലിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറുത് വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള പീസസ് ആണ്. ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കറിയാലോ, വഴുതനങ്ങ വേവിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ആ കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ അരിപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോവണ്ട. ഇനി ഈ വഴുതനങ്ങ പീസസ് എടുത്തിട്ട് എല്ലാം ഒന്ന് മസാലയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ വെക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പീസസായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കുന്നില്ല, കഴിയുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ അടുത്ത സൈഡ് മറിച്ചിട്ട് വേവിക്കാം. ഇത് വലിയ ടൈപ്പ് ആയതുകൊണ്ട് 2 സെറ്റായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്ത സെറ്റ് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. നോൺ വെജ് ഒന്നും വീട്ടിലില്ലാത്ത ദിവസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അതുപോലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അരിപ്പൊടി ചേർത്തതുകൊണ്ട് തന്നെ ഇത് ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.